നോർത്ത് പറവൂർ സമൂഹം ഹൈസ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ എസ് ലളിത, എസ് ആശ, ഓഫീസ് ക്ലാർക്ക് ആർ ആശ എന്നിവർക്കുള്ള അനുമോദനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി ജി ചന്ദ്രശേഖർ പതാക ഉയർത്തി തുടക്കം കുറിച്ചു. ചടങ്ങുകൾ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മാതാപിതാക്കളെ പറ്റി, നമ്മുടെ കുടുംബത്തെ പറ്റി, നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ പറ്റി, നമ്മുടെ നാടിനെ പറ്റി എപ്പോഴും നമുക്ക് ചിന്ത വേണം. നമ്മുടെ വീടിനും നമ്മുടെ നാടിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. പിന്നെ ഇത് വലിയ നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലമാണ്, അല്ലെ? വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന ഒരു കാലമാണ്. ഞങ്ങളൊന്നും പഠിച്ചിരുന്ന കാലത്തെ പോലെ അല്ല. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒരു പുതിയ അറിവുണ്ടെങ്കിൽ ലൈബ്രറി പോയിരിക്കണം, അധ്യാപകരെ പോലെ ഇറങ്ങണം. ഇപ്പോ ഇൻഫർമേഷൻ ഓഡിയോ ഫിംഗർടിപ്പ്, നിങ്ങളുടെ വിരൽത്തുമ്പിൽ എല്ലാ അറിവുകളും. ലോകത്തെ എല്ലാവർക്കും പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമായ വേഗത്തിലാണ് അറിവുകൾ ഉണ്ടാകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ വായിച്ചാൽ അത് പറയുന്നത് ഈ ദശകത്തിന്റെ അവസാനമാകുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിശക്തിയുടെ അത്രം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബുദ്ധി. PTA പ്രസിഡന്റ് എച്ച് ഹരിപ്രിയ അധ്യക്ഷയായി. ഈ വാർഷികോത്സവ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം എടുക്കാനാണ് എനിക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ വളരെയേറെ സന്തോഷവും സ്നേഹവും നിങ്ങളോട് പറയുകയാണ്. വളരെ അഭിമാനകരമായ നിമിഷമാണ് നമ്മുടെ സ്കൂളിന് മുൻപിലുള്ളത്. നമ്മള് പഴമയിൽ നിന്ന് പുതിയ തലമുറകളിലേക്ക് നമ്മുടെ സ്കൂളിന്റെ കാർമികങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, കയറി വരുമ്പോൾ തന്നെ ഒരു ഉദ്ഘാടനം തോന്നിയ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ സ്കൂളിന്റെ മികവിലേക്ക് വരുന്ന ഗ്രൗണ്ട് ആയാലും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളായാലും വളരെ മെച്ചപ്പെടുത്തി നമ്മുടെ മാനേജ്മെന്റും എല്ലാ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും കുഞ്ഞു കുട്ടികളും എല്ലാവരും വളർച്ചയിൽ നമ്മളെ സഹായിച്ചവരാണ്. പറവൂർ നഗരസഭ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് മുഖ്യ അതിഥിയായിരുന്നു. ഓരോ വർഷവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിരവധി വികസനങ്ങൾ ഈ പുതിയ മാനേജ്മെന്റ് വന്നതിന് ശേഷം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇവിടെ വന്ന് കയറിയപ്പോൾ മാനേജ്മെന്റ് പ്രതിനിധി ചന്ദ്രശേഖരൻ പറഞ്ഞു, നീ സ്കൂളിനെ നഗരസഭ അവഗണിക്കുന്നതാണ്. ഒരു കാര്യം പറയാം, എന്ത് കാര്യം പറഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും, ഒരു പരിഗണനകളും ഉണ്ടാവും. ഞങ്ങളുടെ അഭിമാനം തന്നെയാണ് സ്കൂള്. എല്ലാവരും പറവൂർ നഗരസഭയുടെ എന്ത് കാര്യം പറഞ്ഞാൽ. പ്രധാന അധ്യാപിക രമ ഗോപിനാഥ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശ്രീമതി ലളിത ടീച്ചർ 30 വർഷത്തിലേറെ സേവനം, മികച്ച ഗണിത അധ്യാപിക, അധ്യാപക പ്രവർത്തനങ്ങളിൽ മികച്ച കഴിവ്, പൂർവ്വ വിദ്യാർത്ഥികളുമായി ഇപ്പോഴും സ്നേഹബന്ധം പുലർത്തി വരുന്നു. ബഹുമാനപ്പെട്ട ലളിത ടീച്ചർ ഈ വർഷം നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ശ്രീമതി ആശ ടീച്ചർ 30 വർഷത്തിലേറെ സേവനം, എല്ലാ വിഷയങ്ങളും അനായാസം കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, അധ്യാപിക എന്നതിലുപരി കുട്ടികളുമായി മാതൃസ്നേഹം പുലർത്തുന്ന അധ്യാപിക, സ്നേഹസമ്പന്നയായ ആശ ടീച്ചർ ഈ വർഷം വിരമിക്കുകയാണ്. നമ്മുടെ ഏവരുടെയും ആശ ചേച്ചി 20 വർഷത്തിലേറെ സേവനം, തന്റെ ജോലി ഏറ്റവും മികച്ച രീതിയിൽ പൂർത്തീകരിക്കുകയും കലാകാരിയും ഏറെ ശ്രദ്ധയോടുകൂടി ഓഫീസ് കാര്യങ്ങൾ
കൈകാര്യം ചെയ്യുന്ന ആശ ചേച്ചിയും ഈ വർഷം വിരമിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ നടന്ന ഫുട്ബോൾ മറ്റു വിവിധ മത്സരങ്ങളിൽ ജേതാക്കളായ അംഗങ്ങളെ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. വിരമിക്കുന്ന അധ്യാപകരെ PTA ആദരിച്ചു. പറവൂർ BPC KS പ്രേംജിത്ത്, സ്റ്റാഫ് സെക്രട്ടറി M ഹേമലത, വാർഡ് കൗൺസിലർ ആശാ ദേവദാസ്, കൗൺസിലർ ജോബി പഞ്ചിക്കാരൻ, മാതൃസംഗമം കൺവീനർ ശ്രീജ ദാസ്, പൂർവ്വ വിദ്യാർത്ഥി ഗോപകുമാർ R നായർ, സ്കൂൾ ലീഡർ ശ്രുതി ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. മികവ് തെളിയിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. വിവിധ എൻഡോവ്മെന്റുകളും നൽകി ആദരിക്കുകയുണ്ടായി. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. CJ ജോയ്, സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.